പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതു മുതൽ സ്വർണ്ണ വിപണി അനിശ്ചിതത്വത്തിലാണ്. യുദ്ധം ഇനിയും രൂക്ഷമാകുന്ന സാഹചര്യമാണെങ്കിൽ സ്വർണത്തിന്റെ വില 2 ലക്ഷത്തിന് മുകളിലേക്ക് പോകുമോ എന്നതാണ് ആഭരണ പ്രേമികളുടെ ചോദ്യം. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ശക്തമാകുമ്പോൾ സ്വർണ്ണ വിപണി കൂടുതൽ ആശങ്കയിലാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ സ്വർണ്ണ വിപണി അനിശ്ചിതത്വത്തിലാണ് മുന്നോട്ടു പോകുന്നത്. വില ഏറിയും കുറഞ്ഞുമൊക്കെയാണ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ഇനിയും രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ സ്വർണത്തിന്റെ വില 2 ലക്ഷത്തിന് മുകളിലേക്ക് പോകുമോ എന്ന സംശയമാണ് ഉയരുന്നത്. പശ്ചിമേഷ്യൻ സമാധാനമുണ്ടാകും, ആഗോളതലത്തിൽ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാകുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ പരസ്പരം മത്സരിച്ച് മുന്നോട്ടു പോകാനാണ് US, ഇസ്രയേൽ സഖ്യവും ഇറാനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം കനക്കുമ്പോൾ ഡോളറിന്റെ മൂല്യത്തിലും ചാഞ്ചാട്ടമുണ്ടാകും. മൂല്യം മുകളിലേക്ക് മാത്രം പോകുന്ന ഒരേയൊരു ഉൽപ്പന്നം സ്വർണം മാത്രമായിരിക്കും. അതോടെ സ്വർണ്ണവില പതുക്കെ അല്ലെങ്കിൽ യുദ്ധം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അതിവേഗത്തിലോ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 1,30,000 നിന്നാണ് സ്വർണം താഴേക്ക് പോയത്. അതിനു മുകളിൽ 1.5 ലക്ഷത്തിലേക്ക് വരെ വില കുതിക്കാമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. ഇന്ധനത്തിന് വിലക്കയറ്റമുണ്ടാകുമ്പോൾ എല്ലാത്തിനും വിലക്കയറ്റമുണ്ടാകും. അപ്പോഴും സ്വർണം മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. റഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ ഇന്ത്യയെ വലിയ തോതിൽ തന്നെ ബാധിക്കും. കാരണം ഇന്ത്യയിൽ നിന്ന് വളരെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യമാണ് റഷ്യ. അതേസമയം ലോകത്തെ പ്രധാന കേന്ദ്ര ബാങ്കുകളെല്ലാം സ്വർണം വാങ്ങിക്കൂട്ടുമ്പോൾ സ്വർണം വലിയ തോതിൽ വിറ്റഴിക്കുകയാണ് റഷ്യ ചെയ്യുന്നത്. ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ 44 ടൺ സ്വർണമാണ് റഷ്യ വിറ്റഴിച്ചത്. ഇതോടെ അവരുടെ ആകെ സ്വർണശേഖരം 1.4 മില്യൺ ഔൺസായി കുറഞ്ഞിട്ടുണ്ട്. നാടകീയമായ ഇടിവാണ് റഷ്യയുടെ സ്വർണശേഖരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മെയ് 1 കണക്കനുസരിച്ച് റഷ്യയുടെ കരുതൽ ശേഖരത്തിൽ 73.9 ദശലക്ഷം ഔൺസ് സ്വർണമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വെറും ഒരു മാസം കൊണ്ട് 2 ലക്ഷം ഔൺസാണ് കുറഞ്ഞത്. ഇതോടെ ഈ വർഷം ഇതുവരെയുള്ള കുറവ് 9 ലക്ഷം ഔൺസായി ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല 2022 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലും എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.